ഇത് കോഴിക്കോട് മിഠായി തെരുവ്. 500 വർഷത്തെ ചരിത്രമെങ്കിലും പറയാനുള്ള മിഠായി തെരുവ് കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മാർക്കറ്റുകളിൽ ഒന്നാണ്. 1960-ൽ പുറത്തിറങ്ങിയ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു നോവലിന് മിഠായി തെരുവ് പശ്ചാത്തലമായി. ഒരു തെരുവിൻ്റെ കഥയെന്ന ആ നോവലിൽ 2ാം ലോക മഹായുദ്ധകാലത്തെ മിഠായി തെരുവിലെ കഥ പറഞ്ഞു. തെരുവിൻ്റെ കഥാകാരനോടുള്ള ആദരവായി അദ്ദേഹത്തിൻ്റെ പ്രതിമ ഈ തെരുവിൽ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ നോവലിലെ കഥാപാത്രങ്ങളായ ഓമൻചി ഉൾപ്പെടെയുള്ളവരെയും ഇവിടെ ചുവരിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. കഥാസന്ദർഭങ്ങളും ഈ ചിത്രങ്ങളിൽ കാണാം. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന കോഴിക്കോട് കേന്ദ്രമായി ഭരിച്ചിരുന്ന സാമൂതിരി തൻ്റെ കൊട്ടാരത്തിൽ ഹൽവ ഉണ്ടാക്കാനായി ഗുജറാത്തിൽ നിന്നും പാചകക്കാരെ ക്ഷണിച്ചു വരുത്തി. കൊട്ടാര അടുക്കളയുടെ മതിലിന് പുറത്ത് രാജാവ് അവർക്ക് സ്ഥലവും നൽകി. ഗുജറാത്തികൾ ഹൽവയുണ്ടാക്കിയ തെരുവ് പിന്നീട് ഹൽവയുടെ പേരിൽ പ്രശസ്തമായി. കോഴിക്കോട് വ്യാപാരത്തിനെത്തിയ അറബികൾ ഹൽവയുടെ മധുരവും കൂടെ കൊണ്ടുപോയി. കടൽ കടന്നെത്തിയ പറങ്കികൾക്കും ഇംഗ്ലീഷുകാർക്കും ഹൽവയുടെ മധുരം നന്നേ ബോധിച്ചു. ഹൽവ കടകൾക്ക് പ്രശസ്തമായ ഈ തെരുവിന് പേര് നൽകിയത് യൂറോപ്പുകാരാണ്. മാംസം പോലെയുള്ള മധുരമുള്ള ആ പലഹാരത്തെ അവർ സ്വീറ്റ് മീറ്റ് എന്ന് വിളിച്ചു. അങ്ങനെ ഈ തെരുവിന് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അഥവാ SM സ്ട്രീറ്റ് എന്ന് പേര് ലഭിച്ചു. സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റിനെ മലയാളീകരിച്ചപ്പോൾ അത് മിഠായി തെരുവായി മാറി. കോഴിക്കോടിൻ്റെ സ്വന്തം മിഠായി തെരുവ്. ഹുസൂർ റോഡ് എന്നായിരുന്നു മിഠായി തെരുവിൻ്റെ ആദ്യ നാമം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ നിരവധി സമരങ്ങൾക്ക് ഹുസൂർ റോഡ് അന്ന് വേദിയായി. കോഴിക്കോട് കാണാനെത്തിയവരെയെല്ലാം ഈ തെരുവ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അതിൽ അറബികളും ചീനക്കാരും പോർച്ചുഗീസുകാരുമുണ്ട്. സാമൂതിരിയുടെ കാലത്ത് നാണയമടിക്കുന്ന കമ്മട്ടം ഈ തെരുവിൽ പ്രവർത്തിച്ചിരുന്നു. ഗുജറാത്തികളെപ്പോലെ തന്നെ പാർസികളും ഒരു കാലത്ത് ഈ തെരുവിൻ്റെ ഭാഗമായിരുന്നു. ഹൽവയും മിഠായും വിൽക്കുന്ന കടകളായിരുന്നു മിഠായി തെരുവിൽ കൂടുതലായും ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് സ്ഥിതി അതല്ല. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതലായി ഉള്ളത് തുണിക്കച്ചവടമാണ്. മിഠായി തെരുവിലെ തുണിത്തരങ്ങളുടെ കച്ചവടത്തിന് തുടക്കമിട്ടത് ഇവിടെ എത്തിയ ഗുജറാത്തികളായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഖാദി എംപോറിയങ്ങളിലൊന്ന് ഈ തെരുവിലാണുള്ളത്. പുതുമയും പഴമയുമെല്ലാം ഇവിടെ സമന്വയിക്കുന്നു. ഇരുവശങ്ങളിലും പുതിയതും പഴയതുമായ കെട്ടിടങ്ങളുടെ നീണ്ട നിരയാണ്. പോർച്ചുഗീസുകാരുടെ കാലത്ത് പണി തീർത്ത കെട്ടിടങ്ങളും ഇവിടെയുണ്ട്. മലയാളത്തിലെ പല സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സംഗമവേദിയായിരുന്നു ഈ തെരുവ്. ബഷീറും ബാബുരാജും ഉറൂബും തിക്കോടിയനും നെല്ലിക്കോട് ഭാസ്കരനും PM താജും S.K. പൊറ്റക്കാട് തുടങ്ങിയവരൊക്കെ അവയിൽ പങ്കാളികളായിരുന്നു. മിഠായി തെരുവിൻ്റെ നവീകരണമെന്ന ആവശ്യത്തിന് ഏകദേശം 3 പതിറ്റാണ്ടോളം പഴക്കമുണ്ട്. എന്നാൽ ഓരോ കാലത്തും ഓരോ കാരണങ്ങളാൽ അത് നടക്കാതെ പോയിരുന്നു. 2007 ആണ്ട് ജനുവരി മാസം 5-ാം തീയതി മിഠായി തെരുവിൽ തീപിടുത്തമുണ്ടാവുകയും അതിൽ 6 പേർ മരിക്കുകയും ഉണ്ടായി. 30-ലധികം കടകൾ കത്തി നശിച്ചിരുന്നു. ടൂറിസം വകുപ്പ് മുൻകൈയെടുത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ DTPC-യാണ് പുതിയ തെരുവ് യാഥാർത്ഥ്യമാക്കിയത്. പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി 6.5 കോടി രൂപ ചെലവിട്ടാണ് മിഠായി തെരുവ് നവീകരിച്ചത്. 400 മീറ്റർ നീളമുള്ള റോഡ് ആധുനിക രീതിയിൽ കല്ലുകൾ പാകിയായിരുന്നു തുടക്കം. അപകട സാധ്യത കുറയ്ക്കുന്നതിനായി വൈദ്യുതി ലൈനുകൾ ഭൂമിക്കടിയിലൂടെയാക്കി. 2017 ഡിസംബർ മാസം 23-ാം തീയതി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നവീകരിച്ച മിഠായി തെരുവ് ഔദ്യോഗികമായി തുറന്നുകൊടുത്തു. ഈ നാടിൻ്റെ ചരിത്രവും ഈ തെരുവിൻ്റെ പൈതൃകവും വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് ഇവയെല്ലാം ഒരു നിധി പോലെ നമുക്ക് കാത്തു സംരക്ഷിക്കാം.